കറിക്കാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. ഇത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സ്മൂത്തിയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പപ്പായ ഇപ്പം നമുക്ക് പീസാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ ഇതിനകത്തുനിന്ന് നേരിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഇതിനെങ്ങനെ നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും. ബീട്രൂട്ട് ചേർക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണേലും ഇടാം. ഒന്ന് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് ഇടാം. ഇതിപ്പോൾ ഒരു ചെറിയ പീസാണ് ഇടുന്നത്. ഞാൻ നേരിട്ട് തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ആപ്പിൾ കൂടി ചേർക്കാം. 2 നെല്ലിക്ക കൂടി ചേർക്കാം. 2 നെല്ലിക്കയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ക്യാരറ്റ് കൂടി ചേർക്കുകയാണ്. 1 ഗ്ലാസ് തണുത്ത പാലാണ് ചേർക്കുന്നത്. ഞാൻ ഇതിനകത്ത് പഞ്ചസാര ഒട്ടും ചേർക്കുന്നില്ല, പകരം ഹണിയാണ് ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഹണി ചേർക്കുകയാണ്. 4 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ സാലഡ് കുക്കുംബറാണ് ചേർക്കുന്നത്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു ജ്യൂസാണ്. ഇതിനകത്ത് ലോ ഫാറ്റ് മിൽക്കാണ് ചേർത്തേക്കുന്നത്. ഷുഗർ ചേർത്തിട്ടില്ല, പകരം ഹണിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഹെൽത്തി ആയിട്ടുള്ള മിക്സഡ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഡയറ്റ് ചെയ്യുമ്പോൾ ഈ മിക്സഡ് ഷേക്ക് 2 നേരം കുടിക്കാമെങ്കിൽ നമുക്ക് ഒരുപാട് വൈറ്റമിൻസും എല്ലാം അതിനകത്തുനിന്ന് കിട്ടും. ഫുഡിന്റെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. ഹെൽത്തി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയിൻ ഫുഡ് ഒഴിവാക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്